പാതിവില തട്ടിപ്പ്. പറവൂരിൽ മാത്രം 15 കോടിയുടെ തട്ടിപ്പ് നടന്നെന്നും സ്റ്റേഷനിൽ 1000-ലേറെ പരാതികൾ ലഭിച്ചെന്നും പോലീസിന്റെ വിലയിരുത്തൽ. ജനസേവ ട്രസ്റ്റിന് ലഭിച്ച പണമാണ് തട്ടിപ്പിനിരയായത്. ഭൂരിഭാഗം സ്ത്രീകൾ തട്ടിപ്പിനിരയായ കേന്ദ്ര പദ്ധതിയുടെ പേരിൽ CSR ഫണ്ടിന്റെ പേരിൽ പൊതുയിടങ്ങളിൽ വലിയ പരിപാടി നടത്തിക്കൊണ്ട് നടന്ന വലിയ പണമിടപാടായിരുന്നു പാതിവില തട്ടിപ്പിന്റേത്. ഇതുമായി ബന്ധപ്പെട്ട് പറവൂർ സ്റ്റേഷനിൽ മാത്രമായി ലഭിച്ചത് 1000-ലേറെ പരാതികളാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. ജനസേവ ട്രസ്റ്റ് മുഖേന ആളുകൾ നൽകിയ 15 കോടിയിലേറെ തുകയാണ് തട്ടിപ്പിനിരയായത്. ജനസേവ ട്രസ്റ്റിന് ലഭിച്ച പണം നാഷണൽ NGO കോൺഫെഡറേഷൻ നിർദ്ദേശിച്ച ഇംപ്ലിമെന്റിംഗ് ഏജൻസിക്ക് കൈമാറിയെന്നും ആ പണം എവിടെ പോയി എന്ന് കണ്ടെത്താനുള്ള ഫോറൻസിക് ഓഡിറ്റും ബഡ്സ് ആക്ട് പ്രകാരം തുക തിരിച്ചു പിടിക്കാനുള്ള നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിനുശേഷം മാത്രമേ പണം നൽകാനാകൂ എന്നും ഡോക്ടർ മധു അറിയിച്ചു. ഇത് ഭംഗിയായിട്ട് നടക്കുന്നുള്ള ധാരണയിൽ തന്നെയാണ് ഞങ്ങൾ നിന്നത്. പക്ഷെ ഈ ഡിലേ വന്നുകൊണ്ടാണ് ഞങ്ങൾക്കും സംശയം. അതുകൊണ്ടാണ് അവസാനത്തെ ഫണ്ട് ഞങ്ങൾ അയച്ചില്ല. അവസാനം ഒരു 1.55 lakhs 1 CR 55 lakhs അത് അയക്കാതിരുന്നത് ഇതൊന്നും വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അത് അയച്ചില്ല. അതുകൊണ്ട് ആ ഫണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ ഇത് ഫണ്ട് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി, ഇത് ഒരുപാട് വിഭാഗങ്ങൾക്ക് പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എവിടെ ഫണ്ട് പോയി എന്ന് അറിയാനുള്ള ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് എന്ന് പറയും. അതായത് ഈ ഫണ്ട് ഓരോ ഫണ്ടും എവിടെ പോയി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള ഫോറൻസിക് ഓഡിറ്റിംഗ് ചെയ്യണമെന്നും പിന്നെ ബഡ്സ് ആക്ട് നമ്മളുടെ ഒരു ആക്ട് ഉണ്ട്. ആക്ട് അനുസരിച്ച് ബഡ്സ് ആക്ട്, ആ ബഡ്സ് ആക്ട് അനുസരിച്ച് ഈ ഫണ്ട് എവിടെ പോയാലും അത് തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള നടപടികളുണ്ട്. അത് ഞങ്ങളാണ് ഇനീഷ്യേറ്റ് ചെയ്തത്. കേരളത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തത്. ആദ്യം കംപ്ലൈന്റ് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇപ്പൊ തന്നെ ട്രിവാൻഡ്രത്തും കളക്ടറേറ്റിലും ഇന്നലെ എത്തിച്ചു. ട്രിവാൻഡ്രത്ത് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നഷ്ടമായ പണം എപ്പോൾ തിരിച്ചു കിട്ടുമെന്നതിൽ വ്യക്തതയില്ലാത്തതിനാൽ പണം നഷ്ടപ്പെട്ടവർ ആശുപത്രി പരിസരത്ത് പ്രതിഷേധമുയർത്തി. കൃത്യമായ മറുപടി ഡോക്ടർ പറഞ്ഞിട്ടില്ല. നമ്മളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ഒഴിവാക്കാനായിട്ട് പോലീസിനെ ഉപയോഗിച്ച് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചർച്ച പൂർണ്ണ പരാജയമാണ്. ഒരു കാരണവശാലും ഇവരുടെ കയ്യിൽ നിന്ന് ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് പൈസ തിരിച്ചു തരും എന്നുള്ളൊരു ഉറപ്പും ഇവർ ഇതുവരെ തരുന്നില്ല. ഇവർ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ ചെന്ന് സംസാരിച്ചപ്പോൾ 14-ാം തീയതി വരും എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടിട്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ച് മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇവർ ഒരു കാരണവശാലും ഇനിയും സമയം ചോദിക്കുന്ന അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കൂടാതെ സ്വത്തുവകകൾ മരവിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.